ഹലോ ഓൾ, വെൽക്കം ടു ദി സോഷ്യോളജിസ്റ്റ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന സ്ട്രക്ചറൽ ഫംഗ്ഷനിസ്റ്റ് പെർസ്പെക്റ്റീവ് ബൈ എം.എൻ. ശ്രീനിവാസ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ആണ്. ബേസിക്കലി സ്ട്രക്ചറൽ ഫംഗ്ഷനിസ്റ്റ് പെർസ്പെക്റ്റീവ് ബൈ എം.എൻ. ശ്രീനിവാസിനെ പറ്റി നോക്കുന്നതിന് മുന്നേ നമുക്കൊരു ബാക്ക്ഗ്രൗണ്ട് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ എം.എൻ. ശ്രീനിവാസ് ആണ് ഇന്ത്യൻ സോഷ്യോളജിയിൽ ഫീൽഡ് സ്റ്റഡി അല്ലെങ്കിൽ ഫീൽഡ് വർക്കിനെ പറ്റിയിട്ട് എന്ത് ചെയ്യുന്നത്, ഫീൽഡ് വർക്കിന്റെ ഒരു തുടക്കം കുറിക്കുന്ന എം.എൻ. ശ്രീനിവാസ് ആണ്. പക്ഷേ നമ്മൾ എം.എൻ. ശ്രീനിവാസന്റെ ഗുരു അല്ലെങ്കിൽ ഒരു ടീച്ചർ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി ഇന്ത്യയിൽ ജി.എസ്. ഗുരിയെയാണ് ബേസിക്കലി എം.എൻ. ശ്രീനിവാസന്റെ ഗുരു എന്ന് പറയുന്നത്. ശേഷം സ്ട്രക്ചറൽ ഫംഗ്ഷനിസ്റ്റ് പെർസ്പെക്റ്റീവില് റാഡ്ക്ലിഫ് ബ്രൗണിന്റെ അണ്ടറിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ബേസിക്കലി എം.എൻ. ശ്രീനിവാസ് അദ്ദേഹത്തിന്റെ സ്റ്റഡീസ് പൂർത്തീകരിച്ചിട്ടുണ്ട്. അപ്പൊ എം.എൻ. ശ്രീനിവാസ് ബേസിക്കലി ഗുരിയെ പറ്റി പറഞ്ഞ അല്ലെങ്കിൽ ഫീൽഡ് വർക്കിനെ പറ്റി പറഞ്ഞത് ഐ നെവർ വാണ്ടഡ് ടു ബിക്കം എ ഫീൽഡ് വർക്കർ. എം.എൻ. ശ്രീനിവാസിന്റെ വേർഡ്സിൽ തന്നെ പറയുകയാണെങ്കിൽ അദ്ദേഹം പറഞ്ഞിട്ട് ഐ നെവർ വാണ്ടഡ് ടു ബിക്കം എ ഫീൽഡ് വർക്കർ, ബട്ട് ജി.എസ്. ഗുരി എന്ത് ചെയ്തു, അദ്ദേഹത്തെ ഒരു ഫീൽഡ് വർക്കർ ആക്കി എന്നതാണ്. ഇപ്പൊ ഇനിഷ്യലി നമുക്കറിയാം ജി.എസ്. ഗുരിയ എന്ന് പറയുന്ന ഒരു ഇൻഡോളജിക്കൽ പെർസ്പെക്റ്റീവിന്റെ ഭാഗമായിട്ട് വരുന്ന ആളാണ്. സ്വാഭാവികമായിട്ടും ഇന്ത്യൻ സൊസൈറ്റിയെ ഇന്ത്യൻ സാൻസ്ക്രിത് ബുക്കിലൂടെയും അതുപോലെ ഹിസ്റ്റോറിക്കൽ ബുക്സിലൂടെയും പഠിക്കുന്ന ഒരു പെർസ്പെക്റ്റീവിന്റെ ഭാഗമാണ് ജി.എസ്. ഗുരിയ. സ്വാഭാവികമായി പറഞ്ഞു കഴിഞ്ഞാൽ ജി.എസ്. ഗുരിയെ ഫോളോ ചെയ്യുന്നത് ബുക്ക് വ്യൂ ട്രഡീഷൻ ആണ്. ഈ ബുക്ക് വ്യൂ ട്രഡീഷനിൽ നിന്ന് പക്ഷെ അദ്ദേഹത്തിന്റെ ശിഷ്യനായിട്ടുള്ള എം.എൻ. ശ്രീനിവാസൻ ഫോളോ ചെയ്യുന്നത് ബേസിക്കലി ഫീൽഡ് വർക്കിലാണ്, ഫീൽഡ് ട്രഡീഷൻ അല്ലെ ഫീൽഡ് വർക്ക് ട്രഡീഷനിലാണ്. സോ ജി.എസ്. ഗുരിയാണ് ആക്ച്വലി കൂർഗിലേക്ക് എം.എൻ. ശ്രീനിവാസന്റെ 1952 വന്ന ഫേമസ് ആയിട്ടുള്ള ബുക്കാണ് ദ റിലീജിയൻ ആൻഡ് സൊസൈറ്റി എമോങ് ദ കൂർഗ്സ് ഓഫ് സൗത്ത് ഇന്ത്യ. ദ റിലീജിയൻ ആൻഡ് സൊസൈറ്റി എമോങ് ദി കൂർഗ്സ് ഓഫ് സൗത്ത് ഇന്ത്യ. സോ ഇതിനകത്ത് ബേസിക്കലി എങ്ങനെയാണ് കൂർഗ് സൊസൈറ്റിയിൽ സ്ട്രക്ചറലി ഫംഗ്ഷണൽ ആയിട്ട് ഇരിക്കുന്നത്, അതേപോലെ തന്നെ കൂർഗ് സൊസൈറ്റിയിലെ ഡിഫറെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എങ്ങനെയാണ് സൊസൈറ്റിന്റെ ടോട്ടൽ ഫംഗ്ഷനിങ് ഓഫ് സൊസൈറ്റിക്ക് വേണ്ടിയിട്ട് എങ്ങനെയാണ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് എന്നീ കാര്യങ്ങളാണ് ബേസിക്കലി എം.എൻ. ശ്രീനിവാസ് ഇതിനകത്ത് പഠിക്കുന്നത്. അപ്പൊ ഈ ഒരു പർട്ടിക്കുലർ സ്റ്റഡീസിലേക്ക് പോകാനുള്ള ഒരു മേജർ റീസൺ അല്ലെങ്കിൽ ഗുരിയന്റെ അണ്ടറിൽ പഠിക്കുമ്പം ഗുരിയാണ് ആക്ച്വലി എം.എൻ. ശ്രീനിവാസിനോട് പറയുന്നത് കൂർഗിൽ പോയിട്ട് എന്ത് ചെയ്യുക, ഈ ഒരു പർട്ടിക്കുലർ ഫീൽഡ് സ്റ്റഡി നടത്താൻ. എന്തിനായിരിക്കും ബേസിക്കലി ഗുരി അങ്ങനെ ഒരു സ്റ്റഡിക്ക് വേണ്ടിയിട്ട് എം.എൻ. ശ്രീനിവാസിനെ പറഞ്ഞു വിട്ടിട്ടുള്ളത് എന്നുള്ളതാണ് ഫസ്റ്റ് ചോദ്യം അല്ലെ. എം.എൻ. ശ്രീനിവാസ് ഗുരിയയ്ക്ക് ഉള്ളിൽ രണ്ട് സാധനമായിരുന്നു ഉണ്ടായിരുന്നത്. ഗുരിയെ നമുക്കറിയാം, ഗുരിയെ വിശ്വസിക്കുന്നത് ഒരു അസിമിലേഷൻ അപ്രോച്ച് ആണ് ഗുരിയെ ഫോളോ ചെയ്യുന്നത്. ഇൻഡോളജിക്കൽ പെർസ്പെക്റ്റീവ് ആണ്, ബുക്കിഷ് വ്യൂ ആണ്. ബുക്സിലൂടെ സാൻസ്ക്രിത് ടെക്സ്റ്റിലൂടെ ഇന്ത്യൻ സൊസൈറ്റിയെ മനസ്സിലാക്കാനാണ് ജി.എസ്. ഗുരിയെ ശ്രമിച്ചിട്ടുള്ളത്. അപ്പൊ സ്വാഭാവികമായിട്ടും സാൻസ്ക്രിത് ടെക്സ്റ്റിലൂടെ എന്തായിരിക്കും ഇന്ത്യൻ സൊസൈറ്റി എന്ന് പറയുന്നത്, വേദിക് കൾച്ചർ ആയിരിക്കും അല്ലെ. സോ വേദിക് കൾച്ചർ ഇന്ത്യയിൽ മൊത്തം അസിമുലേറ്റ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ വേദിക് കൾച്ചറാണ് ഇന്ത്യ മൊത്തം. ഇന്ത്യയിൽ എവിടെ ചെന്ന് കഴിഞ്ഞാലും നമുക്ക് ബ്രാഹ്മൺ, ക്ഷത്രിയ, വൈശ്യ, ശൂദ്ര ഇങ്ങനെയുള്ള കാസ്റ്റ് ഗ്രൂപ്പുകളെ കാണാം എന്നുള്ളതും, അതേപോലെ തന്നെ ട്രൈബൽസിനോട് പറഞ്ഞിരിക്കുന്ന ട്രൈബൽസ് ആർ ബാക്ക്വേർഡ് ഹിന്ദുസ്, അത് എന്ത് ചെയ്യും, ഫോർവേഡ് ഹിന്ദു ആയിട്ട് മെയിൻ സ്ട്രീം കാസ്റ്റ് സിസ്റ്റത്തിലേക്ക് വരും എന്നാണ് ജി.എസ്. ഗുരിയ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇത് പക്ഷേ ജി.എസ്. ഗുരിയ ഫീൽഡ് സ്റ്റഡീസ് നടത്താതെയാണ് പറഞ്ഞിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും ബുക്കിഷ് വ്യൂവിലൂടെ മാത്രം പഠിക്കുന്ന ഒരു സാധനം ഈ പറഞ്ഞ കാര്യങ്ങൾ ശരിയാണോ എന്ന് നോക്കണമെന്നുണ്ടെങ്കിൽ ഫീൽഡിൽ പോയിട്ട് കൃത്യമായിട്ട് എത്നോഗ്രാഫി സ്റ്റഡീസ് നടത്തിയിട്ട് നമുക്കിത് എംപിരിക്കലി കറക്റ്റ് ആണോ നോക്കണം. അപ്പം ഒരു ഉദ്ദേശം ഗുരിയന്റെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, കൂർഗ് എന്ന് പറയുന്നത് ഒരു കർണാടകയിൽ തന്നെയുള്ള സൗത്ത് വെസ്റ്റേൺ പാർട്ടിലുള്ള ഒരു ചെറിയൊരു വില്ലേജ് ആണ് കൂർഗ് എന്ന് പറയുന്നത്. സോ അത്രയും ഡിസ്റ്റൻസ്ഡ് ആയിട്ടുള്ള ഒരു വില്ലേജിലേക്ക്, ഒരു ഐസൊലേറ്റഡ് ആയ വില്ലേജിലേക്ക് ഇഫ് ദർ ഈസ് എനി പ്രസൻസ് ഓഫ് മെയിൻ സ്ട്രീം ഹിന്ദു കൾച്ചർ അല്ലെങ്കിൽ വേദിക് കൾച്ചറിന്റെ മെയിൻ സ്ട്രീം ഒരു റിലീജിയസ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു പ്രസൻസ് കൂർഗിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഗുരിയുടെ തിയറി ആയിട്ടുള്ള അസിമുലേഷൻ അപ്രോച്ച് അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നു, ആ അപ്രോച്ച് ശരിയാണ്, ഓൾ ഇന്ത്യ റിലീജിയസ് സ്പെക്ട്രം നമുക്ക് ഇന്ത്യയിൽ മൊത്തം കാണാൻ പറ്റും എന്ന് പറയുന്ന ആ തിയറി ശരിവെക്കുകയാണ്. അതേപോലെ തന്നെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വേദിക് കൾച്ചർ എന്ന് പറയുന്ന ആര്യൻസ് കൊണ്ടുവരുന്ന ആര്യൻസ് കൾച്ചറാണ്. സ്വാഭാവികമായിട്ടും ഗുരി ഒബ്സർവ് ചെയ്തപ്പോൾ കൂർഗ് കമ്മ്യൂണിറ്റിയിലെ ചില പ്രവർത്തികളുമായിട്ട് ഈജിപ്ഷ്യൻ കമ്മ്യൂണിറ്റിയുമായിട്ട് അല്ലെങ്കിൽ ഈജിപ്ഷ്യൻ സിവിലൈസേഷനും കൂർഗും തമ്മിൽ ചില സിമിലാരിറ്റീസ് ഉണ്ട്. ഇത് കൃത്യമായിട്ടാണോ, ആ സിമിലാരിറ്റീസ് കൂടി നമുക്ക് ഉറപ്പിക്കാൻ പറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വേദിക് ആര്യൻസ് വഴി തന്നെയാണ് എന്ത് ചെയ്തിട്ടുള്ളത്, താഴോട്ട് അസിമുലേറ്റ് ചെയ്ത് വന്നിട്ടുള്ളത് എന്ന രീതിയിലും പ്രൂവ് ചെയ്യാൻ പറ്റും. അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മൾ നോക്കുവാണെങ്കിൽ എം.എൻ. ശ്രീനിവാസ് എന്ത് ചെയ്യുന്നുണ്ട്, എം.എൻ. ശ്രീനിവാസ് കൂർഗിലേക്ക് പോകുന്നുണ്ട്. കൂർഗിലേക്ക് പോകുമ്പോൾ ബുക്ക് വ്യൂ ട്രഡീഷനിൽ നിന്ന് ബേസിക്കലി ഇന്ത്യൻ സോഷ്യോളജിയിൽ അതുവരെ ബുക്ക് വ്യൂ ട്രഡീഷൻ ആയിരുന്ന ബുക്ക് വ്യൂവിൽ നിന്ന് ബേസിക്കലി ഫീൽഡ് വ്യൂവിലേക്കാണ് ബേസിക്കലി എം.എൻ. ശ്രീനിവാസ് ഇന്ത്യൻ സോഷ്യോളജിയെ കൊണ്ടുപോകുന്നത്. അപ്പം ഞാൻ പറഞ്ഞു, ഹിന്ദു സൊസൈറ്റിയിൽ അല്ലെങ്കിൽ വേദിക് കൾച്ചർ എത്രത്തോളം, ഹിന്ദുയിസം എത്രത്തോളം താഴോട്ട് അസിമുലേറ്റഡ് ആയി എന്നുള്ള ഒരു പഠനമാണ് ബേസിക്കലി എം.എൻ. ശ്രീനിവാസൻ നടത്തുന്നതെങ്കിൽ തീർച്ചയായിട്ടും എം.എൻ. ശ്രീനിവാസൻ ആദ്യം പഠിച്ചിട്ടുണ്ട് എന്തായിരിക്കും, എന്താണ് ഹിന്ദുയിസം എന്ന് നമ്മൾ അറിയണം അല്ലെ. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഫോർ എം.എൻ. ശ്രീനിവാസൻ ഇരുന്നത് വാട്ട് ഈസ് ഹിന്ദുയിസം എന്നുള്ളതായിരുന്നു. ഈ വാട്ട് ഈസ് ഹിന്ദുയിസം എന്നുള്ളതിൽ എം.എൻ. ശ്രീനിവാസന് മനസ്സിലായ ഒരു കാര്യം, ഹിന്ദുയിസം ഈസ് നോട്ട് എ റിലീജിയൻ. ഹിന്ദുയിസം എന്തല്ല, ഒരു റിലീജിയൻ അല്ല. കാരണം ഇഫ് യു ലുക്ക് അറ്റ് എനി അതർ റിലീജിയൻ
there will be one founder for that particular religion അല്ലേ. ഇപ്പൊ നമ്മൾ ക്രിസ്ത്യാനിറ്റി എടുത്തു കൊടുക്കുകയാണെങ്കിൽ ജീസസ് ക്രൈസ്റ്റ് ഉണ്ട്, ഇസ്ലാം നോക്കുകയാണെങ്കിൽ പ്രൊഫറ്റ് മുഹമ്മദ് ഉണ്ട്, അതുപോലെ തന്നെ നമ്മൾ ബുദ്ധിസം എടുത്തു നോക്കുകയാണെങ്കിൽ അവിടെ ബുദ്ധ ഉണ്ട്. അങ്ങനെ ഏത് റിലീജിയൻ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും യു ക്യാൻ സി എ ഫൗണ്ടർ. പക്ഷെ ഹിന്ദുയിസത്തിലേക്ക് വരുമ്പം ഹിന്ദുയിസത്തിൽ ഒരു ഫൗണ്ടർ ഇല്ല. അതുകൊണ്ട് തന്നെ ഹിന്ദുയിസം എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ്സ് എ കൈൻഡ് ഓഫ് എ സെറ്റ് ഓഫ് ബിലീഫ്സ് ആൻഡ് വാല്യൂസ് ആണ്. സോ ഹിന്ദുയിസം കുറച്ചുകൂടി എന്താണ്? കൾച്ചർ ഓഫ് ബിലീഫ്സ് ആൻഡ് സെറ്റ് ഓഫ് വാല്യൂസ് ആണ്. അപ്പം അദ്ദേഹം ഹിന്ദു റിലീജിയനെ 4 ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. 4 ഫോൾഡ് ക്ലാസിഫിക്കേഷൻ ആണ് ഹിന്ദു റിലീജിയനെ ചെയ്യുന്നത്. ഒന്ന് ഓൾ ഇന്ത്യ സാൻസ്ക്രിത് ഹിന്ദുയിസം, ഓൾ ഇന്ത്യ സാൻസ്ക്രിത് ഹിന്ദുയിസം. സെക്കൻഡ് ഈസ് പെനിൻസുലാർ ഹിന്ദുയിസം. തേർഡ് ഈസ് റീജിയണൽ ഹിന്ദുയിസം ആൻഡ് ഫോർത്ത് ഈസ് ലോക്കൽ ഹിന്ദുയിസം. ഇങ്ങനെ 4 എന്ത് ചെയ്യുന്നുണ്ട്? അദ്ദേഹം ഹിന്ദുയിസത്തെ ക്ലാസിഫൈ ചെയ്യുന്നു. സോ ഓൾ ഇന്ത്യ സാൻസ്ക്രിത് റിലീജിയൻ എന്ന് പറയുന്നത് നമ്മൾ കാണുന്ന കാസ്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള സൊസൈറ്റികൾ അല്ലെ. ഇപ്പൊ നമ്മൾ നോക്കുന്ന ബ്രാഹ്മിൻസ്, ക്ഷത്രിയ, ആ ഒരേ സ്ട്രക്ചർ, വർണ്ണ സ്ട്രക്ചർ എന്ന് നമ്മൾ വിളിക്കുന്ന, അല്ലെങ്കിൽ കാസ്റ്റ് സ്ട്രക്ചർ നമ്മൾ വിളിക്കുന്ന ആ സ്ട്രക്ചറിന്റെ പ്രസൻസ് ആണ് ബേസിക്കലി ഓൾ ഇന്ത്യ ഹിന്ദുയിസം. Then there are regional type of Hinduism, local Hinduism. For example, നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മുരുകൻ ഈസ് നോട്ട് പാർട്ട് ഓഫ് ഓൾ ഇന്ത്യ സാൻസ്ക്രിത് ലിറ്ററേച്ചർ. അതൊരു ട്രൈബൽ അല്ലെങ്കിൽ ഒരു റീജിയണൽ ഗോഡാണ്. അപ്പം അതും ഹിന്ദുയിസത്തിന്റെ ഭാഗമാണ്. അപ്പൊ ഹിന്ദുയിസം എന്ന് പറയുന്നത് വളരെ ഡൈവേഴ്സ് ആയിട്ടുള്ള വളരെ ഡിഫറെന്റ് കൾച്ചറാണ്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇസ്ലാമിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ മിക്ക സ്ഥലങ്ങളിലും പല സെക്ട് ഓഫ് ഇസ്ലാം ഉണ്ടെങ്കിലും എല്ലായിടത്തും പ്രാക്ടീസസ് ഓൾമോസ്റ്റ് എന്തായിരിക്കും? ഒരുപാട് ഫെമിലാരിറ്റി നമുക്ക് കാണാൻ പറ്റും. പക്ഷെ ഹിന്ദു ഇൻ തമിഴ്നാട് ആൻഡ് ഹിന്ദു ഇൻ ഉത്തരാഖണ്ഡ് നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി രണ്ടുപേരുടെയും റിലീജിയസ് പ്രാക്ടീസസിൽ ഒരുപാട് ഡിഫറൻസസ് നമുക്ക് കാണാൻ പറ്റും. ഇതിനർത്ഥം രണ്ടും എന്തല്ല, അല്ലെങ്കിൽ ഇതെന്താണ്? ഒരു ഡൈവേഴ്സ് കൾച്ചറാണ്. റീജിയൻ മാറുന്നതിനനുസരിച്ച്, റീജിയന്റെ വലുപ്പം മാറുന്നതിനനുസരിച്ച് ഇതിന്റെ ഡൈവേഴ്സിറ്റി എന്ത് ചെയ്തുകൊണ്ടിരിക്കും? ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കും എന്നുള്ളതാണ്. അപ്പം ഇങ്ങനെ ഈ 4 രീതിയിൽ ഹിന്ദുയിസത്തിനെ എന്ത് ചെയ്യുന്നുണ്ട്? അദ്ദേഹം ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. എന്നാൽ അദ്ദേഹം പറയുന്നത് 2 കാര്യങ്ങളാണ് ഇവിടെ സംഭവിക്കാനുള്ളത്. അതായത് കൂർഗിൽ അദ്ദേഹത്തിന് ഹിന്ദു കൾച്ചറിന്റെ ഭാഗമായിട്ട് എന്തെങ്കിലും കാണാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ 2 വേ ഉണ്ട്. ഒന്ന് എന്ത് ചെയ്യാം? ഓൾ ഇന്ത്യ സാൻസ്ക്രിത് കൾച്ചർ എന്ത് ചെയ്യാം? താഴോട്ട് വന്ന് ഇത് അസിമുലേറ്റ് ചെയ്ത് ഈ ഓൾ ഇന്ത്യ ലോക്കൽ ഹിന്ദു കൾച്ചറിനെ മേലോട്ട് കൊണ്ടുപോകും. ദാറ്റ് മീൻസ് ഓൾ ഇന്ത്യ സ്ട്രക്ചർ ആയിട്ടുള്ള ഈ 4 ക്ലാസ് ആയിട്ടുള്ള വർണ്ണ സിസ്റ്റം, അതുപോലെ തന്നെ ശിവ, അതുപോലെ തന്നെ വിഷ്ണു എന്ന് പറയുന്ന പോലെയുള്ള ഓൾ ഇന്ത്യ സാൻസ്ക്രിത് ഗോഡ്സിന്റെ അതേ ഇൻഫ്ലുവൻസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇങ്ങോട്ട് കാണാൻ പറ്റും. അതേപോലെ എന്ത് ചെയ്യുന്നു? ലോക്കൽ ഹിന്ദുയിസത്തെ അഡോപ്റ്റ് ചെയ്ത് അത് താഴോട്ട് ഇറങ്ങി വരാം. അല്ലെങ്കിൽ ലോക്കൽ ഹിന്ദു റിലീജിയസ് പ്രാക്ടീസസിന് ഓൾ ഇന്ത്യ സാൻസ്ക്രിത് റിലീജിയൻ കണ്ട് അത് അഡോപ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ അതിനകത്തുള്ള കുറച്ച് കൾച്ചർ എന്ത് ചെയ്യാൻ പറ്റും? ബോറോ ചെയ്ത് താഴോട്ട് കൊണ്ടുവരാനും പറ്റും. ഈ 2 രീതിയിൽ വേണമെങ്കിൽ എന്ത് ചെയ്യാം? ഇങ്ങനെയുള്ള ഹിന്ദു കൾച്ചറിന്റെ റിലീജിയസ് ഇൻഫ്ലുവൻസസ് നമുക്ക് കാണാം. അപ്പം കൂർഗ് സൊസൈറ്റിയെ പറ്റിയാണ് ബേസിക്കലി എന്ത് ചെയ്യുന്നത്? എം.എൻ. ശ്രീനിവാസ് പഠിക്കാൻ പോകുന്നത്. സോ എം.എൻ. ശ്രീനിവാസ് കൂർഗ് സൊസൈറ്റിയെ പറ്റി പഠിച്ച ബുക്ക് ഞാൻ ഓൾറെഡി പറഞ്ഞു, റിലീജിയൻ ആൻഡ് സൊസൈറ്റി എമോങ് ദ കൂർഗ്സ് ഓഫ് സൗത്ത് ഇന്ത്യ. സോ ഈ ബുക്കിൽ പഠിക്കുന്നതിന് ഭാഗമായിട്ട് എം.എൻ. ശ്രീനിവാസ് ആദ്യം നോക്കിയത് ബ്രിട്ടീഷ് റെക്കോർഡിങ്സ് ആണ്. കാരണം ആദ്യം എന്താണ് കൂർഗ്സ് എന്ന് അറിയുന്നതിന് ഒരു ബേസിക് ബാക്ക്ഗ്രൗണ്ട് സ്റ്റഡി നമുക്ക് ആവശ്യമാണ് അല്ലെ. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ബ്രിട്ടീഷ് റെക്കോർഡ്സ് വഴി എം.എൻ. ശ്രീനിവാസ് കൂർഗ്സിനെ പഠിക്കുന്നുണ്ട്. അതിൽ നിന്ന് എം.എൻ. ശ്രീനിവാസിന് മനസ്സിലായത് ആസ് പെർ ബ്രിട്ടീഷ് റെക്കോർഡ് 9th century AD ബേസിക്കലി 9th century AD കൂർഗ് വെയർ ഇൻവേഡഡ് ബൈ ദി ലിംഗായത്ത് കമ്മ്യൂണിറ്റി. ഓക്കെ, കൂർഗ്സിനെ എന്ത് ചെയ്തിട്ടുണ്ട്? ലിംഗായത്ത് കമ്മ്യൂണിറ്റി ഇൻവേഡ് ചെയ്തിട്ടുണ്ട്. സോ ലിംഗായത്തിന്റെ പ്രസൻസ് 9th century AD കൂടി കൂർഗിനുണ്ട്. ലിംഗായത്ത് നിങ്ങൾക്കറിയാം, ഇറ്റ്സ് ഈസ് എ വർഷിപ്പ് ഓഫ് ശിവന്റെ വർഷിപ്പ് ചെയ്യുന്ന ആളുകളാണ് അല്ലെ. ശിവൻ വർഷിപ്പ് ചെയ്യുന്ന ആളുകളാണ്. സോ ശിവൻ ഈസ് പാർട്ട് ഓഫ് ഓൾ ഇന്ത്യ ഹിന്ദു കൾച്ചർ. സോ അതേ വർഷിപ്പിലുള്ള ആളുകൾ ആരെ അറ്റാക്ക് ചെയ്തിട്ടുണ്ട്? ഇൻവേഡ് ചെയ്തിട്ടുണ്ട്. കൂർഗ് കമ്മ്യൂണിറ്റിനെ 9th century അറ്റാക്ക് ചെയ്തിട്ടുണ്ട്. ലേറ്റർ ഇഫ് യു ലുക്ക് അറ്റ് ഇൻ 1834 ബ്രിട്ടീഷ് എന്ത് ചെയ്യുന്നു? ലിംഗായത്തിനെ അറ്റാക്ക് ചെയ്യുന്നു. സോ ബ്രിട്ടീഷ് എന്ത് ചെയ്യുന്നു? ലിംഗായത്തിന്റെ ഭാഗങ്ങൾ അറ്റാക്ക് ചെയ്തിട്ട് ബേസിക്കലി ആ പൊസിഷനിൽ ബ്രിട്ടീഷിന്റെ കൺട്രോളിൽ വരുന്നു. 1881 to know the socio-economic condition of this particular region, Kurg community. So they are British actually conducted a census in 1881. So 1881 censusൽ കൂർഗിലെ ആളുകൾ ക്ലെയിം ചെയ്ത് they are belong to Kshatriya status. So 1881 when they conducted a census, they are claiming Kurg's community as part of Kshatriya culture. പക്ഷേ ഈ ക്ഷത്രിയ കൾച്ചർ എന്തുകൊണ്ട് ക്ലെയിം ചെയ്തു എന്നുള്ളത് ബ്രിട്ടീഷിന് മനസ്സിലായില്ല. കാരണം ബ്രിട്ടീഷ് നോക്കുന്ന സമയത്ത് ദേ ആർ നോട്ട് പാർട്ട് ഓഫ് ഓൾ ഇന്ത്യ ബ്രാഹ്മണിക്കൽ സ്ട്രക്ചർ. ടെക്സ്റ്റ് വ്യൂയിലൂടെയാണ് ബ്രിട്ടീഷ് എന്ത് ചെയ്യുന്നത്? ആദ്യം ഇന്ത്യൻ സൊസൈറ്റിയെ പഠിക്കുന്നത്. ടെക്സ്റ്റ് വ്യൂയിലൂടെ ഇന്ത്യൻ സൊസൈറ്റിയെ നോക്കുമ്പോൾ ഒരിക്കലും കൂർഗ്സിന് ക്ഷത്രിയ സ്റ്റാറ്റസ് കിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇവര് ബ്രിട്ടീഷേഴ്സ് awarded കൂർഗ് കമ്മ്യൂണിറ്റി നോട്ട് ക്ഷത്രിയ സ്റ്റാറ്റസ് ബട്ട് ശൂദ്ര സ്റ്റാറ്റസ്. സോ ശൂദ്ര സ്റ്റാറ്റസ് ആണ് ബേസിക്കലി കൂർഗ് കമ്മ്യൂണിറ്റിക്ക് എന്ത് ചെയ്യുന്നത്? ബ്രിട്ടീഷ് അവാർഡ് ചെയ്യുന്നത്. സോ ശൂദ്ര സ്റ്റാറ്റസ് ആയിരുന്നു. അപ്പൊ ശൂദ്ര സ്റ്റാറ്റസിൽ നിന്ന് എന്തുകൊണ്ടായിരിക്കും അവർ ക്ഷത്രിയ സ്റ്റാറ്റസ് ക്ലെയിം ചെയ്തിട്ടുണ്ടാവുക? കാരണം ക്ഷത്രിയ സ്റ്റാറ്റസ് ഈസ് ബേസിക്കലി ഫോർ വാരിയേഴ്സ്
അല്ലെ? പക്ഷെ ഇത് എങ്ങനെയാണ് ഇത് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിക്കോസ് ഓഫ് 9th century AD ഉണ്ടായിരുന്ന ലിംഗായത്തിന്റെ ഇൻഫ്ലുവൻസിൽ, ലിംഗായത്ത് ഈസ് ഓൾറെഡി എന്താണ്, ഒരു മിലിറ്ററി അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം, വെൽ ഡെവലപ്ഡ് മിലിറ്ററി അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം ഉള്ള കമ്മ്യൂണിറ്റിയാണ് ലിംഗായത്ത്. സ്വാഭാവികമായിട്ട് ലിംഗായത്തിന്റെ കൂടെ ജീവിക്കുന്നതിന്റെ ഭാഗമായിട്ട് ഇവരും അതേ കമ്മ്യൂണിറ്റിന്റെ ആസ്പെക്ട്സ് എന്ത് ചെയ്തു, അഡോപ്റ്റ് ചെയ്ത് ഒരു മിലിറ്ററി സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യേണ്ടായി. അപ്പം ആദ്യത്തെ സെൻസസിൽ 1881 സെൻസസിൽ അവർ ക്ഷത്രിയ സ്റ്റാറ്റസ് ക്ലെയിം ചെയ്തെങ്കിലും അവർക്ക് കൊടുത്തില്ല, ശൂദ്ര സ്റ്റാറ്റസ് ആണ് കൊടുത്തത്. പക്ഷെ ശേഷം 1926 ആയപ്പം 1926 ദേ അപ്രോച്ച് ബോംബെ ഹൈക്കോർട്ട്, കൂർഗ് കമ്മ്യൂണിറ്റി അപ്രോച്ച് ബോംബെ ഹൈക്കോർട്ട്. ഈ ബോംബെ ഹൈക്കോർട്ടിൽ എന്ത് ചെയ്തു, ബോംബെ ഹൈക്കോർട്ടിന്റെ വിധി പ്രകാരം ഇവർ കേസിന് പോയി. ആ കേസിന്റെ വിധി പ്രകാരം ദേ ബീങ് അവാർഡഡ് ക്ഷത്രിയ സ്റ്റാറ്റസ് ഫോർ കൂർഗ് കമ്മ്യൂണിറ്റി. ഇങ്ങനെ ഒരു കണ്ടിന്യൂറ്റി, ഹിസ്റ്റോറിക്കൽ അപ്രോച്ച് ആണ് ആദ്യം MN ശ്രീനിവാസ് കണ്ടെത്തുന്നത്. ഇത് വളരെ സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം സ്ട്രക്ചറൽ ഫംഗ്ഷനിസ്റ്റ് പെർസ്പെക്റ്റീവ്, നമ്മൾ വെസ്റ്റേൺ സൊസൈറ്റിയിൽ എസ്പെഷ്യലി സ്ട്രക്ചറൽ ഫംഗ്ഷനിസ്റ്റ് പെർസ്പെക്റ്റീവ് നിങ്ങൾ പേപ്പർ 1 പഠിച്ചിട്ടുണ്ടാവും അല്ലെ? അതിനകത്ത് നമുക്കറിയാം താൽക്കോട്ട് പാർസൺ ഉണ്ട്, അതുപോലെ തന്നെ ഡെർക്കെയിം ഉണ്ട്. സോ ഇവരെല്ലാം പഠിച്ച സ്ട്രക്ചറൽ ഫംഗ്ഷനിസ്റ്റ് പെർസ്പെക്റ്റീവിൽ ഹിസ്റ്റോറിക്കൽ സ്റ്റഡി ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ MN ശ്രീനിവാസ് എസ്പെഷ്യലി ബ്രിട്ടീഷ് സോഷ്യോ ആന്ത്രപ്പോളജിസ്റ്റ് ആയിട്ടുള്ള റാഡ്ക്ലിഫ് ബ്രൗണിന്റെ കീഴിലാണ് പഠിച്ചത് കൊണ്ട് തന്നെ ഹിസ്റ്റോറിക്കൽ അപ്രോച്ച് കൂടി എന്ത് ചെയ്യുന്നുണ്ട്, സ്ട്രക്ചറൽ ഫംഗ്ഷനിസ്റ്റിന്റെ ഭാഗമായി മാറ്റുന്നുണ്ട്. ആദ്യം തന്നെ അദ്ദേഹം എന്താ ചെയ്തത്, ഹിസ്റ്ററി ഓഫ് കൂർഗ് ആണ് നോക്കിയത്. സോ ഹിസ്റ്റോറിക്കൽ അപ്രോച്ച് അല്ലെങ്കിൽ സ്ട്രക്ചറൽ ഫംഗ്ഷൻസിന്റെ കൂടെ ഹിസ്റ്റോറിക്കൽ അപ്രോച്ച് കൂടി എന്ത് ചെയ്യുന്നുണ്ട്, അദ്ദേഹം സ്ട്രക്ചറൽ ഫംഗ്ഷനോട് ഹിസ്റ്റോറിക്കൽ അപ്രോച്ച് കൂടി എന്ത് ചെയ്യുന്നു, ആഡ് ചെയ്യുന്നു. വിച്ച് ഈസ് ദ വൺ ഓഫ് ദ സ്പെഷ്യാലിറ്റി ഓഫ് സ്റ്റഡീസ് ഓഫ് MN ശ്രീനിവാസന്റെ സ്റ്റഡീസിൽ ഒരു പ്രത്യേകമായുള്ള സ്പെഷ്യാലിറ്റിയാണ് ഹിസ്റ്റോറിക്കൽ അപ്രോച്ച് കൂടി എന്ത് ചെയ്യുന്നത് ഈ പർട്ടിക്കുലർ സ്റ്റഡീസിൽ കൊണ്ടുവരുന്നത്. ഇനി ശേഷം 1941 വീണ്ടും എന്ത് ചെയ്യുന്നുണ്ട്, സെൻസസ് എടുക്കുന്ന സമയത്ത് ഈ കൂർഗ് കമ്മ്യൂണിറ്റിയുടെ ഇടയിൽ ഒരു സബ് ഗ്രൂപ്പ് നമുക്ക് കാണാൻ പറ്റി. അതായത് ഈ കൂർഗ് കമ്മ്യൂണിറ്റി 2 രീതിയിലുള്ള ആളുകളായിട്ടാണ് പറഞ്ഞത്. ഒരു particular group they claimed Brahmin status and some groups they are actually claiming the Kshatriya status. For example, there is one caste is called Amma Kurg. So Amma Kurg is basically they are claiming Brahmin status. They were claiming Brahmin status. And there are Sanna Kurg. Sanna Kurg is basically they are claiming Kshatriya status. ഓക്കെ, സോ വിത്തിൻ ദ കമ്മ്യൂണിറ്റി ഇറ്റ്സെൽഫ് എന്ത് ചെയ്തു, പിന്നീട് അങ്ങോട്ട് നോക്കുമ്പോൾ 1941 ആയപ്പോഴേക്കും ഈ കൂർഗ് കമ്മ്യൂണിറ്റി നേരത്തെ ഇല്ലാത്ത ഒരു സബ് കാസ്റ്റ് കൂടി വന്നു. ഒന്ന് ബ്രാഹ്മിൺ സ്റ്റാറ്റസ് ക്ലെയിം ചെയ്യുന്നു, ബ്രാഹ്മിൺ കൂർഗായി മാറുന്നു, വിച്ച് ഇസ് ഫ്യൂ ഇൻ നമ്പർ. അനദർ സ്റ്റാറ്റസ് ഈസ് ക്ഷത്രിയ കൂർഗ് ആയിട്ട് എന്ത് ചെയ്യുന്നു, മാറുന്നു. ഈ ക്ഷത്രിയ കൂർഗ് മാറാൻ വേണ്ടിയിട്ട് പിന്നെ ഹിസ്റ്റോറിക്കലി നമ്മൾ നോക്കുമ്പോൾ കാണുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദർ ആർ ഇൻസിഡൻസ് ഓഫ് കാവേരി പുരാണം. സോ ത്രൂ കാവേരി പുരാണത്തിലൂടെ എന്ത് ചെയ്യുന്നു, ബേസിക്കലി ഇവർക്ക് ക്ഷത്രിയ സ്റ്റാറ്റസ് കിട്ടുന്നു, ബ്രാഹ്മൺ സ്റ്റാറ്റസ് കിട്ടുന്നു. ഈ രീതിയിലുള്ള പുരാണംസ് ഒക്കെ എന്ത് ചെയ്യുന്നു തുടങ്ങി, അവിടെ ഫേമസ് ആയിട്ട് വരാൻ തുടങ്ങി. അപ്പം MN ശ്രീനിവാസിന്റെ സ്ട്രക്ചറലായിട്ട് അല്ലെങ്കിൽ കൂർഗ് സൊസൈറ്റിന്റെ സ്ട്രക്ചറലായി നോക്കുമ്പം MN ശ്രീനിവാസ് വേരിയസ് സ്ട്രക്ചറൽ അല്ലെങ്കിൽ വില്ലേജിന്റെ ഒരു സ്ട്രക്ചർ നോക്കിയപ്പം വേരിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് കണ്ടെത്തുന്നുണ്ടായി. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് ഒക്ക എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്. ഒക്ക ഈസ് നത്തിങ് ബട്ട് എ പാട്രിലീനിയൽ ജോയിന്റ് ഫാമിലിയാണ്. പാട്രിലീനിയൽ ജോയിന്റ് ഫാമിലി, ദാറ്റ് മീൻസ് അസറ്റ് അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നു, നമ്മുടെ ലീനിയേജ് നോക്കുന്നത് മെയിൽ വഴിയായിരിക്കും, മെയിൽ സണ്ണ് വഴിയായിരിക്കും, അല്ലെങ്കിൽ സണ്ണ് മുഖാന്തരമായിരിക്കും. അതേപോലെ തന്നെ പ്രോപ്പർട്ടി മൂവ്മെന്റ് എന്തായിരിക്കും, മെയിൽ വഴിയായിരിക്കും. സ്ത്രീകൾക്ക് എന്തായില്ല, പ്രോപ്പർട്ടിയിൽ സ്ത്രീകൾക്ക് അവകാശം ഉണ്ടാവില്ല. അപ്പൊ പാട്രിലീനിയൽ ജോയിന്റ് ഫാമിലി സിസ്റ്റം ആണ് ഒക്ക എന്ന് പറയുന്നത്. സോ ഒക്ക എന്ന് പറയുന്നത് ട്രഡീഷണൽ ജോയിന്റ് ഫാമിലി സിസ്റ്റം ഓഫ് പർട്ടിക്കുലർ എന്താണ് ഈ കൂർഗ് കമ്മ്യൂണിറ്റിയിൽ നമുക്ക് കാണാൻ പറ്റുന്നതാണ്. അതേപോലെ തന്നെ വേറൊരു കാര്യം കാണാൻ പറ്റിയത് there is a ritual purity and pollution, that is caste system. Ritual purity and pollution. ഈ ritual purity and pollution is a concept of Vedic culture അല്ലേ? സോ ഈ പ്യൂരിറ്റി ആൻഡ് പൊല്യൂഷൻ ഈസ് ദ സ്ട്രക്ചർ ഓഫ് കാസ്റ്റ് സിസ്റ്റത്തിന്റെ സ്ട്രക്ചർ ആണല്ലേ പ്യൂരിറ്റി ആൻഡ് പൊല്യൂഷൻ. ഇത് വേദിക് കൾച്ചറിന്റെ ഭാഗമായിട്ടുള്ള ഒരു സ്ട്രക്ചർ അല്ലേ? അപ്പം ഇവിടെ എന്ത് കാണാൻ പറ്റി, ഒരു കാസ്റ്റ് സിസ്റ്റം, അതായത് പ്യൂരിറ്റി ആൻഡ് പൊല്യൂഷന്റെ അണ്ടറിലുള്ള ഒരു കാസ്റ്റ് സിസ്റ്റം നമുക്ക് കാണാൻ പറ്റി. അതായത് അവിടെയുള്ള വർക്കുകളെ പ്യൂരിറ്റി ആയിട്ടും പൊല്യൂട്ടഡ് വർക്കുകളായിട്ടും രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു. അതായത് പ്യൂരിറ്റി ഉള്ള സാധനങ്ങളെ ബേസിക്കലി മോഡെ എന്നും അതേപോലെ തന്നെ പൊല്യൂഷൻ ആയിട്ടുള്ള സാധനങ്ങളെ പോലെ എന്ന രീതിയിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ പ്യൂരിറ്റി ആയ സാധനം മാരേജ് എന്താണ്, പ്യൂരിറ്റി ഉള്ള സാധനങ്ങളാണ് അല്ലെ. അതുപോലെ തന്നെ ടെമ്പിളിൽ പോയി വർഷിപ്പ്, ഇതൊക്കെ എന്താണ്, പ്യൂർ ആയിട്ടുള്ള സാധനങ്ങളാണ്. ഈ പ്യൂർ ആയ സാധനങ്ങളെല്ലാം ആരാണ് ഡൊമിനേറ്റ് ചെയ്യുന്നത്, അതായത് ബ്രാഹ്മിൻസ് ഡൊമിനേറ്റ് ചെയ്യുന്നതായിട്ടും അതേപോലെ തന്നെ പൊല്യൂട്ടഡ് ആയിട്ടുള്ള സാധനങ്ങൾ, ഫോർ എക്സാമ്പിൾ ഇപ്പൊ ചൈൽഡ് ബർത്ത്, ഇതൊക്കെ ഇംപ്യൂർ ആയിട്ടാണ് കാണുന്നത്. ഡെത്ത്, അതുപോലെ തന്നെ ഗേൾസ് നോട്ട് ഡ്യൂറിങ് ദ മെൻസ്ട്രേഷൻ, ദീസ് ആർ ദ സിറ്റുവേഷൻസ് വെയർ impurity in presence in the society.
അപ്പൊ ഈ ഒരു കാസ്റ്റ് സ്ട്രക്ചർ എന്ത് ചെയ്യുന്നുണ്ട് ഈ സൊസൈറ്റിയിൽ, ഒരു പ്യൂരിറ്റി ആൻഡ് ഇംപ്യൂരിറ്റി എന്ന് പറയുന്നിട്ട് ലൈഫിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഡിവിഷൻ കാണുന്നുണ്ട്. അതേപോലെ തന്നെ ആ കാസ്റ്റ് സ്ട്രക്ചർ കാണുന്നുണ്ട്. ആൻഡ് കാസ്റ്റ് സ്ട്രക്ചറിൽ അദ്ദേഹം കണ്ടത് ദർ ഈസ് എ ഇന്റർ ഡിപ്പെൻഡൻസി ഓഫ് കാസ്റ്റ്. എങ്ങനെയാണ് ഇന്റർ ഡിപ്പെൻഡൻസി വരുന്നത്? ഫോർ എക്സാമ്പിൾ, ഈ റിച്വലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങളിൽ ലോവർ കാസ്റ്റ് എന്താണ്, ലോവർ കാസ്റ്റ് അപ്പർ കാസ്റ്റുമായിട്ട് ഡിപ്പെൻഡന്റ് ആണ്. ഫോർ എക്സാമ്പിൾ മാരേജ്, നിങ്ങളെ കല്യാണം കഴിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആരെ വിളിക്കും? പൂജാരിനെ വിളിക്കണം അല്ലെ, പണ്ഡിത്തിനെ വിളിക്കണം. സോ മാരേജ് എന്ന് പറയുന്നത് റിച്വൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. സോ റിച്വൽ കാര്യങ്ങൾക്കൊക്കെ എന്താണ് ഈ ലോവർ കാസ്റ്റ് അപ്പർ കാസ്റ്റിന് എന്താണ് ഡിപ്പെൻഡന്റ് ആണ്. അതേപോലെ തന്നെ ഇപ്പൊ ഫോർ എക്സാമ്പിൾ നോൺ റിച്വലിസ്റ്റിക് ജോബ്സ്, ഫോർ എക്സാമ്പിൾ നിങ്ങൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ക്ലീനിങ് ചെയ്യാൻ പോവാണ്, അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പൊ ഒരു ഇലക്ട്രിക്കൽ വർക്ക് ചെയ്യണം, അല്ലെങ്കിൽ പൈപ്പ് മാറ്റണം, ഇതൊക്കെ എന്താണ് ഒരു നോൺ റിച്വലിസ്റ്റിക് ജോബ്സ് ആണ്. ഈ നോൺ റിച്വലിസ്റ്റിക് ജോബ്സിന് അപ്പർ കാസ്റ്റ് എന്താണ്, ലോവർ കാസ്റ്റിലും ഡിപ്പെൻഡന്റ് ആണ് ഫോർ നോൺ റിച്വലിസ്റ്റിക് ജോബ്സ്. സോ ബോത്ത് കാസ്റ്റുകൾ തമ്മിൽ, അതായത് അപ്പർ കാസ്റ്റും ലോവർ കാസ്റ്റും തമ്മിൽ എന്താണ് ഇവിടെ ഒരു ഇന്റർ ഡിപ്പെൻഡൻസി കാണാൻ പറ്റി. അപ്പൊ എന്തൊക്കെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് കണ്ടു? ഒന്ന് ഫാമിലി എന്ന് പറയുന്ന ഒക്ക അല്ലെ, ജോയിന്റ് ഫാമിലി സിസ്റ്റം എന്ന് പറയുന്ന ഒക്ക എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ കണ്ടു. രണ്ടെന്താണ് ഇതേപോലെ തന്നെ കാസ്റ്റ് സിസ്റ്റത്തിന്റെ പ്രസൻസ് കണ്ടു. മൂന്ന് ഇതുപോലെ തന്നെ വില്ലേജിനകത്തുള്ള ഫീച്ചേഴ്സ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എസ്പെഷ്യലി വില്ലേജിൽ ഫെസ്റ്റിവൽസ്. സോ ഫെസ്റ്റിവൽസ് ആണ് വില്ലേജിൽ വേറൊരു പർട്ടിക്കുലർ ഇൻസ്റ്റിറ്റ്യൂഷൻ. കാരണം വില്ലേജ് ഇൻ കൂർ കമ്മ്യൂണിറ്റി ആക്ച്വലി എന്ത് ചെയ്യുന്നു, സോഷ്യൽ സോളിഡാരിറ്റി സൊസൈറ്റിയിലേക്ക് കൊണ്ടുവന്നു എന്നുള്ളതാണ്. സോഷ്യൽ സോളിഡാരിറ്റി, സോഷ്യൽ കോഷൻ. കാരണം ഈ പർട്ടിക്കുലർ ഫെസ്റ്റിവൽസിന്റെ സമയത്ത്, കൂർഗിലെ ഫെസ്റ്റിവൽ സമയത്ത് ബാക്കി എല്ലാവരും അവരുടെ കാസ്റ്റ് ഡിഫറൻസസ് മറക്കുകയും എല്ലാവരും ഒന്നിച്ച് വരികയും ഒന്നിച്ച് അവരെ സെലിബ്രേറ്റ് ചെയ്യുകയും ചെയ്താണ് ബേസിക്കലി കണ്ടത്. ദാറ്റ് ഈസ് ആക്ച്വലി റിമൂവിങ് ഓൾ ദ കാസ്റ്റ് ബാരിയേഴ്സ്. ആ കാസ്റ്റ് ബാരിയേഴ്സ് കണ്ടിട്ട് എന്ത് ചെയ്യുന്നു, ആളുകൾ എല്ലാവരും ഒന്നിച്ച് നിൽക്കുന്നു. സോ ദിസ് ഈസ് ഫങ്ഷണൽ ടു ദ സൊസൈറ്റി. സി ഓൾ ദി ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഫോർ എക്സാമ്പിൾ ഫസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ നിങ്ങൾ നോക്കുവാണെങ്കിൽ ഒക്ക ഈസ് ദി ജോയിന്റ് ഫാമിലി സിസ്റ്റം വിച്ച് ഈസ് ദ കോർണർ സ്റ്റോൺ ഓഫ് കൂർഗ് കമ്മ്യൂണിറ്റി. ഒക്കെ പാട്രിലീനിയൽ ആയതുകൊണ്ട് തന്നെ ഈ പർട്ടിക്കുലർ സൊസൈറ്റിയുടെ വാല്യൂസ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത് ഈ ഒക്ക എന്ന് പറയുന്ന ഈ കിൻഷിപ്പ് യൂണിറ്റിലാണ്. ഇവിടെ പ്രോപ്പർട്ടി എന്ത് ചെയ്യാൻ പാടില്ല, പ്രോപ്പർട്ടി എസ്പെഷ്യലി ദേ ആർ അഗ്രികൾച്ചർ കമ്മ്യൂണിറ്റി ആയതുകൊണ്ട് പ്രോപ്പർട്ടി ഡിവൈഡ് ചെയ്ത് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവരെന്തേ മാരേജ് ചെയ്യുള്ളൂ, ഈ പർട്ടിക്കുലർ കമ്മ്യൂണിറ്റിയിൽ നിന്ന് മാത്രമേ മാരേജ് അലോഡ് ആയിട്ടുള്ളൂ. സോ എന്ത് ചെയ്യാൻ പറ്റില്ല, പുറത്തുള്ള ഒരു കമ്മ്യൂണിറ്റിയുമായിട്ടുള്ള മാരേജ് എന്താണ് അലോഡ് അല്ല. അപ്പൊ പാട്രിലീനിയൽ ഗ്രൂപ്പ്സ് ആണ്, മെയിൽ ആണ്, കോമൺ ആൻസസ്റ്റേഴ്സ്. ആൻഡ് മെമ്പർഷിപ്പ് എന്താണ് സ്ട്രിക്ട്ലി ബൈ ബർത്ത്, നോട്ട് ബൈ മാരേജ്. മെമ്പർഷിപ്പ് ടു ആൻ ഒക്ക ഈസ് ഓൺലി ത്രൂ ബർത്ത്. അതുകൊണ്ട് തന്നെ ഒക്കേന്റെ പുറത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, മാരേജ് ചെയ്യാൻ പറ്റില്ല. അതേപോലെ തന്നെ വൈഫ്സും ചിൽഡ്രൻസും എല്ലാവരും അടങ്ങുന്നതാണ് ബേസിക്കലി ഒരു ഒക്ക എന്ന് പറയുന്ന കമ്മ്യൂണിറ്റി. സോ ഒക്കേന്റെ ബേസിക്കലി ആൻസിസ്റ്റർ ഒക്കെ എന്തുകൊണ്ടാണ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് പ്രോപ്പർട്ടി എന്ത് ചെയ്യില്ല, ഡിവിഷൻ ചെയ്യില്ല. ഇമ്മൂവബിൾ ആയുള്ള പ്രോപ്പർട്ടി ഒരിക്കലും ഡിവൈഡ് ചെയ്ത് കൊടുക്കില്ല, അത് ആ ജോയിന്റ് ഫാമിലിക്ക് ഉള്ളതാണ്. അതുകൊണ്ട് തന്നെ പ്രോപ്പർട്ടി ഡിസ്ട്രിബ്യൂഷൻ അല്ലെങ്കിൽ ഡിവിഷൻ നടക്കാത്തതുകൊണ്ട് ന്യൂക്ലിയറൈസേഷൻ ഓഫ് ഒക്കെ എന്ത് ചെയ്യില്ല, നടക്കുകയില്ല. സ്വാഭാവികമായിട്ടും അവിടുത്തെ കണക്ഷൻ ബോണ്ട് എന്താണ് സ്ട്രിക്ട്ലി ട്രഡീഷണലി ബോണ്ടഡ് ആയിട്ടാണ് എം.എൻ. ശ്രീനിവാസന് കാണാൻ പറ്റിയത്. അതേപോലെ തന്നെ മാരേജ് റൂൾസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മാരേജസ് സെയിം ഒക്കയിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, മാരേജസ് നടക്കാൻ പറ്റുള്ളൂ. അതായത് ഒക്കയിൽ നിന്ന് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, മാരേജ് ചെയ്യണം. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, ബേസിക്കലി ഔട്ട്സൈഡ് കൂടുതൽ കമ്മ്യൂണിറ്റിയുമായിട്ടൊന്നും മാരേജസ് അലയൻസ് പോസിബിൾ അല്ല, പ്രൊഹിബിറ്റഡ് ആണ്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും പ്രോപ്പർട്ടി ഡിവിഷൻസ് എന്ത് ചെയ്യില്ല, അവിടെ നടക്കില്ല. ഒക്കെ എന്തായി സ്ട്രോങ് ആയിട്ട് തന്നെ പോകും. ദെൻ ദർ ആർ റിച്വൽസ് ആൻഡ് സെറിമണീസ് വിച്ച് എൻഷുർ ദാറ്റ് ദിസ് മെയിൽ ഡൊമിനേറ്റഡ്. അതുപോലെ തന്നെ ഈ പാട്രിയാർക്കൽ നേച്ചറൊക്കെ എന്ത് ചെയ്യും, അവിടെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യും എന്നുള്ളതാണ്. അതേപോലെ തന്നെ റിച്വൽ ഹൈറാർക്കി നോക്കുകയാണ്. ഇപ്പൊ മാരേജ് സിസ്റ്റത്തിനകത്തൊക്കെ മാരേജ് റൈറ്റ്സ്, ഇപ്പൊ മൂർത്ത റൈറ്റ് എന്ന് പറയുന്നത് മാരേജ് റിച്വൽസ് ആണ്. ഇവിടെ ഇന്റർ കാസ്റ്റുകൾ തമ്മിലുള്ള ഒരു അലയൻസും കാണാൻ പറ്റും. കാരണം ഈ മാരേജിന്റെ റിച്വൽസ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പർ പണ്ഡിറ്റ്സ് എന്ത് ചെയ്യും, ഈ പർട്ടിക്കുലർ സ്ഥലത്ത് വരുന്നു. അതേപോലെ തന്നെ എന്ത് ചെയ്യുന്നു, ഈ കമ്മ്യൂണിറ്റിയുടെ ഒരു അലയൻസും സോളിഡാരിറ്റിയും എന്ത് ചെയ്യുന്നു, മാരേജസ് ഇൻക്രീസ് ചെയ്യുന്നു എന്നുള്ളതാണ്. സോ ഫോർമൽ റിച്വൽസ് റൈറ്റ്സ് എന്ത് ചെയ്യുന്നു, ബേസിക്കലി സംബന്ധ റൈറ്റ്സ് ഈസ് ബേസിക്കലി ഫോർമൽ എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ടു പർട്ടിക്കുലർ ഒക്ക. രണ്ട് കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ രണ്ട് ഫാമിലീസ് തമ്മിലുള്ള ബോൺസ് ശരിയാക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഇവര് മാരേജ് കല്യാണങ്ങളൊക്കെ കഴിക്കുന്നത്. ഫെസ്റ്റിവലിന്റെ സമയത്ത് എന്ത് ചെയ്യുന്നു, ഫെസ്റ്റിവലിന്റെ സമയത്ത് ഇവരെല്ലാം മറന്നിട്ട് ഇവരെന്ത് ചെയ്യുന്നു, വില്ലേജ് സോളിഡാരിറ്റി എൻഷുർ ചെയ്യുന്നതാണ്. എങ്ങനെയാണ് ഇവിടെ വില്ലേജ് സോളിഡാരിറ്റി എൻഷുർ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡ്യൂറിംഗ് ദി എ ഫെസ്റ്റിവൽ ദർ ആർ ടു കൈൻഡ് ഓഫ് ആചാരങ്ങളാണ് ബേസിക്കലി ഉള്ളത്. ഒന്ന് റിച്വലിസ്റ്റിക് ആയിട്ടുള്ള പാർട്ടുണ്ട് ഫെസ്റ്റിവലിന്, നോൺ റിച്വലിസ്റ്റിക് ആയിട്ടുള്ള ആചാരങ്ങളും കാണാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, ഈ
വില്ലേജ് ഫെസ്റ്റിവൽസിന് ആ നാട്ടിലെ കൂർഗിലുള്ള എല്ലാവരും ഒന്നിച്ചു വരുന്നത് കൊണ്ട് തന്നെ അവിടെ രണ്ട് കാസ്റ്റും, ബ്രാഹ്മിൺ കാസ്റ്റിന് സർട്ടൻ ഫംഗ്ഷൻസ് ഉണ്ട്, ലോവർ കാസ്റ്റിന് ചെറിയ ഫംഗ്ഷൻസ് ഉണ്ട്. അതായത് ഈ ഫെസ്റ്റിവലിന്റെ സമയത്ത് ബ്രാഹ്മിൺ കാസ്റ്റ് അല്ലെങ്കിൽ അപ്പർ കാസ്റ്റ് ആണ് എന്ത് ചെയ്യുക, റിച്വൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അപ്പർ കാസ്റ്റ് ആണ് ചെയ്യുക. അപ്പം അവരുടെ ഒരു കാസ്റ്റ് ഡിഫറൻസസ് നമുക്ക് അവിടെ കാണാൻ പറ്റും. പക്ഷെ അതേപോലെ തന്നെ കാസ്റ്റ് ഇന്റർ ഡിപ്പെൻഡൻസും കാണാൻ പറ്റും. കാരണം ഇതേ ഫെസ്റ്റിവൽസിന്റെ ബാക്കിയുള്ള എല്ലാ വർക്കുകളും ചെയ്യേണ്ടത് ലോവർ കാസ്റ്റ് ആണ്. അപ്പൊ രണ്ടുപേരും ഒന്നിച്ച് വന്നിട്ടാണ് എന്ത് ചെയ്യുന്നത്, ബേസിക്കലി ഈ ഒരു പർട്ടിക്കുലർ ഫെസ്റ്റിവൽ നടത്തുന്നത്. അതേപോലെ തന്നെ ഡിസ്പൈറ്റ് ഈ പർട്ടിക്കുലർ ഫെസ്റ്റിവൽസ് സമയത്ത് ആളുകൾ കാസ്റ്റ് എല്ലാം മറന്നിട്ട് അവിടുത്തെ എല്ലാ അഡൽട്ട് മെയിൽ മെമ്പേഴ്സും കളക്റ്റീവ് ഡാൻസിൽ ഏർപ്പെടും. ഓക്കെ, കളക്റ്റീവ് ഡാൻസ് ആൻഡ് കളക്റ്റീവ് ഹണ്ടിങ്, ദേ ആർ ബേസിക്കലി ഒരു മാർഷൽ ഗ്രൂപ്പും കൂടിയാണ്. സോ ബേസിക്കലി കളക്റ്റീവ് ഡാൻസും കളക്റ്റീവ് ഹണ്ടിങ്ങിന്റെയും ഭാഗമായിട്ട് ഇവര് ബാക്കി എല്ലാ ഡിഫറൻസസും മറന്ന് എല്ലാവരും ഡാൻസ് കളിക്കും. ഈ എല്ലാവരും ഡാൻസ് കളിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് കഴിഞ്ഞ ഒരു വർഷം ഈ പല ഒക്കകളും തമ്മിൽ പല പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ടാവും. അപ്പൊ ഈ ഡാൻസ് കളിക്കുന്ന സമയത്ത് ഇവരെന്ത് ചെയ്യും, ഈ പ്രോബ്ലംസ് ഒക്കെ മറന്ന് അവരെന്ത് ചെയ്യും, വീണ്ടും അവരുടെ ബോണ്ട് സ്ട്രോങ് ആക്കാനും അവിടുത്തെ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ആ ഇഷ്യൂസ് ഒക്കെ മാറ്റാനും എന്ത് ചെയ്യാറുണ്ട്, ഈ പർട്ടിക്കുലർ ഡാൻസ് ഈ ഒക്ക കമ്മ്യൂണിറ്റീനെ ആക്ച്വലി ഇവരെ ഹെൽപ്പ് ചെയ്യാറുണ്ട്. അപ്പം ഇങ്ങനെയുള്ള രീതിയിലുള്ള ഡാൻസ് എന്ത് ചെയ്യുന്നു, ബോണ്ട് കുറച്ചുകൂടി കൂട്ടുക എന്നുള്ളതാണ് ബേസിക്കലി എം.എൻ. ശ്രീനിവാസന് കണ്ടത്. അതേപോലെ തന്നെ ഈ റൈവലറി ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ എന്ത് ചെയ്യുന്നു, മാറ്റുന്നു എന്നുള്ളതാണ്. ദെൻ കളക്റ്റീവ് മോറൽ ഓർഡർ ആയിട്ട് നിങ്ങൾ നോക്കുവാണെങ്കിൽ ഈ ഒരു പർട്ടിക്കുലർ സമയത്ത് ഇവരൊക്കേന്റെ സമയത്ത് ഫെസ്റ്റിവൽ നടക്കുമ്പോൾ എല്ലാവരും എന്ത് ചെയ്യും, സർട്ടൻ റെസ്ട്രിക്ഷൻസ്, എല്ലാവരും ഫെസ്റ്റിവലിന് എൻ്റയർ വില്ലേജ് ഫെസ്റ്റിവൽസിന് വരും. അതേപോലെ ദർ ഈസ് എ പ്രൊഹിബിഷൻ ഓഫ് ഡ്രിങ്കിങ്, ആൽക്കഹോൾ ഒക്കെ ഉപയോഗിക്കാതിരിക്കുക, നോ ആനിമൽ സോൾട്ടർ. അതുപോലെ തന്നെ കളക്റ്റീവ് കമ്മിറ്റ്മെന്റ് ആണ്. അതായത് ഇവരുടെ കമ്മ്യൂണിറ്റി എന്ത് ചെയ്യണം, ഈ കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയുള്ള കളക്റ്റീവ് കമ്മിറ്റ്മെന്റ് ഒരു അവിടെ നിന്ന് വെച്ച് എന്ത് ചെയ്യുന്നു, കളക്റ്റീവായിട്ട് എല്ലാവരും എടുക്കുന്നു. സോ ഇത് വില്ലേജിന്റെ ബോണ്ടിങ് എന്ത് ചെയ്യുന്നു, നിലനിർത്താൻ ശ്രമിക്കുന്നു. അതേപോലെ തന്നെ towards the end of the festival there is a ceremony called Urumi ceremony. So in this ceremony എല്ലാ ആളുകളും ഡിഫറൻസ് ഓഫ് their കാസ്റ്റ് മാറ്റി നിർത്തിയിട്ട് എന്ത് ചെയ്യുന്നു, എല്ലാവരും ഒന്നിച്ച് എന്ത് ചെയ്യുന്നു, ഭക്ഷണം കഴിക്കുന്നു. സോ ഇവിടെ വില്ലേജസ് എന്ത് ചെയ്യുന്നു, അവരുടെ ഹൈറാർക്കി ഒന്നും നോക്കാതെ സെൻസ് ഓഫ് ബിലോങ്ങിങ്നെസ് ടു ദാറ്റ് കൂർ കമ്മ്യൂണിറ്റി, ആ കൂർ കമ്മ്യൂണിറ്റിയോടുള്ള സെൻസ് ഓഫ് ബിലോങ്ങിങ്നെസ് ആണ്. കാസ്റ്റ് സിസ്റ്റം ഇതിനെക്കാട്ടും കൂടുതൽ അവരെന്ത് ചെയ്യുന്നു, പോസിറ്റീവായിട്ട് എല്ലാവരും ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നു. ഇത് അവിടുത്തെ സോളിഡാരിറ്റി, അതേപോലെ തന്നെ കാസ്റ്റ് സോഷ്യൽ കൊഹഷൻ ഇൻ ദ പർട്ടിക്കുലർ സൊസൈറ്റി എന്ത് ചെയ്യുന്നു, ഇംപ്രൂവ് ചെയ്യുന്നു. സൊസൈറ്റി എന്ത് ചെയ്യുന്നു, കുറച്ചുകൂടി മുന്നോട്ട് ബെറ്റർ ആയിട്ട് പോകാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നു എന്നുള്ളതാണ്. സോ ഇങ്ങനെ ഈ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് ബേസിക്കലി എന്ത് ചെയ്യുന്നത്, ഈ കൂർഗ് സൊസൈറ്റീനെ സ്ട്രക്ചറലി ഫംഗ്ഷണൽ ആക്കുന്നത്. ഡിഫറെന്റ് സ്ട്രക്ചറൽ ഫംഗ്ഷൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്, സൊസൈറ്റി ഹാസ് എ ഡിഫറെന്റ് സ്ട്രക്ചർ which has a positive role to play for the solidarity and cohesion of the society, betterment of the society. അപ്പം കൂർഗ് സൊസൈറ്റി നോക്കുകയാണെന്നുണ്ടെങ്കിൽ കൂർഗ് സൊസൈറ്റി ഈസ് ആക്ച്വലി ഡിവൈഡഡ്. നമുക്ക് എന്താണ്, കംപ്ലീറ്റ്ലി ഒന്ന് റിച്വൽസിന്റെ അണ്ടറിൽ എന്താണ് കൂർഗ് സൊസൈറ്റി ഉണ്ട്. റിച്വൽസിന്റെ അണ്ടറിലാണ് ബേസിക്കലി വില്ലേജസ് വരുന്നത്. സോ വില്ലേജസ് എന്ത് ചെയ്യുന്നു, കവർ ചെയ്യുന്നത് എന്താണ്, ഒക്ക. സോ ഒക്കെ എന്ത് ചെയ്യുന്നു, ബേസിക്കലി ബേസിക് ആണ്. സോ ഒക്ക, വില്ലേജ്, റിച്വൽസ്, ഇങ്ങനെ കവേർഡ് ആൻഡ് സ്ട്രക്ചറലി ഫംഗ്ഷനിലാണ് ഈ കൂർഗ് സൊസൈറ്റിയിലെ ഓരോ ഇൻസ്റ്റിറ്റ്യൂഷൻസും എന്നാണ് ബേസിക്കലി എന്ത് ചെയ്യുന്നത്, എം.എൻ. ശ്രീനിവാസ് പറയുന്നത്. സ്വാഭാവികമായിട്ടും എം.എൻ. ശ്രീനിവാസ് എന്ത് കണ്ടിട്ടില്ല, സോഷ്യൽ ടെൻഷൻസ് കണ്ടിട്ടില്ല. ബേസിക്കലി നിങ്ങൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ വില്ലേജ് കമ്മ്യൂണിറ്റി ഈ സോഷ്യൽ കോഷൻ കൊണ്ട് എന്തൊക്കെ ഗുണങ്ങളുണ്ട്, ഒന്ന് ഇതൊരു റിച്വൽ ഗ്യാതറിംഗ് ആണ്, സോഷ്യൽ സോളിഡാരിറ്റി കൊണ്ടുവരുന്നു, എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുന്നു, അത് പോകുന്നു. പക്ഷേ എം.എൻ. ശ്രീനിവാസ് എന്ന് പറഞ്ഞ സ്ട്രക്ചറൽ ഫംഗ്ഷനിസ്റ്റ് ആയതുകൊണ്ട് തന്നെ എം.എൻ. ശ്രീനിവാസനോടുള്ള ബിഗ്ഗസ്റ്റ് ക്രിറ്റിസിസം എന്താണ്, ഹി നെവർ സോ കോൺഫ്ലിക്റ്റ് ഇൻ കൂർഗ് കമ്മ്യൂണിറ്റി. സ്വാഭാവികമായിട്ടും കൂർഗ് കമ്മ്യൂണിറ്റിയിലുള്ള കോൺഫ്ലിക്ട് അദ്ദേഹം കണ്ടിട്ടുണ്ടാവില്ല. എല്ലാ സ്ട്രക്ചറൽ ഫംഗ്ഷനിസ്റ്റിനും എതിരെയുള്ള ഒരു ക്രിറ്റിസിസം ആണ്, അവരെന്ത് പഠിക്കുന്നില്ല, കോൺഫ്ലിക്ട് ഇൻ സൊസൈറ്റി പഠിക്കുന്നില്ല എന്നുള്ളത്. സ്വാഭാവികമായിട്ടും എം.എൻ. ശ്രീനിവാസനും കൂർഗിനകത്തുള്ള കോൺഫ്ലിക്റ്റിലല്ല ഫോക്കസ് ചെയ്തിട്ടുള്ളത് അതിന്റെ ഫങ്ഷണൽ ആസ്പെക്റ്റിലാണ് ഫോക്കസ് ചെയ്തിട്ടുള്ളത്. അത് സ്വാഭാവികമായിട്ട് ആ സ്ട്രക്ചർ, ആ ഒരു സോഷ്യോളജിക്കൽ പാരാഡിഗം നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്ട്രക്ചറൽ ഫംഗ്ഷനിസ്റ്റ് പാരാഡിഗം പഠിക്കുന്ന ഒരാളെ സംബന്ധിച്ചോളം അയാൾക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു ബേസിക്കലി കോൺഫ്ലിക്റ്റ് കാണാൻ പറ്റില്ല, അല്ലെ? അപ്പം അതേപോലെ തന്നെ ഇതിന്റെ വേറൊരു ഇമ്പോർട്ടൻസ് ഞാൻ പറഞ്ഞു, ഈ സ്ട്രക്ചറൽ ഫംഗ്ഷനിസ്റ്റ് പെർസ്പെക്റ്റീവിൽ ഹിസ്റ്റോറിക്കൽ പെർസ്പെക്റ്റീവ് കൂടി ലിങ്ക് ചെയ്തിട്ടാണ് എം.എൻ. ശ്രീനിവാസ് പഠിക്കുന്നത്. അൺലൈക്ക് ഡർക്കെയും പാർസനെയും വെച്ച് നോക്കുമ്പോൾ അതൊരു സ്ട്രക്ചറൽ ഫംഗ്ഷനിസ്റ്റ് ഇന്ത്യൻ സോഷ്യോളജിയിലേക്ക് വന്നപ്പോൾ ഒരു അഡീഷൻ ആണ്, അല്ലെങ്കിൽ റാഡ്ക്ലിഫ് ബ്രൗണിന്റെ ഒരു മെത്തേഡാണ് ഹിസ്റ്റോറിക്കൽ പ്രാക്ടീസസ് കൂടി ആഡ് ചെയ്യുക എന്ന് പറയുന്നത്. അതേപോലെ തന്നെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യൻ സോഷ്യോളജിയിൽ ഫീൽഡ് വ്യൂ പോയിന്റ് നമ്മൾ നോക്കുമ്പോൾ നമ്മൾ എന്താ കണ്ടത്, ഒരു കാര്യം നമ്മൾ കണ്ടു, നമ്മളും അവിടെ കാസ്റ്റ് ബ്രാഹ്മിൺ ക്ഷത്രിയ എന്ന് പറഞ്ഞ കാസ്റ്റ് ഹൈറാർക്കി ഉണ്ട്, വിച്ച് സിഗ്നിഫൈ ദാറ്റ് ഗുരിയുടെ അസിമിലേഷൻ ഓഫ് കാസ്റ്റും എന്ത് ചെയ്തിട്ടുണ്ട്, താഴത്തേക്ക് വന്നിട്ടുണ്ട് എന്നുള്ളതിനോട് ഒരു പ്രൂഫായിട്ട് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. അപ്പം ഇതും എന്ത് ചെയ്യുന്നുണ്ട്, ബുക്ക് വ്യൂവിൽ നിന്ന് ഇന്ത്യൻ സോഷ്യോളജിനെ ഒരു ഫീൽഡ് വ്യൂയിലേക്ക് കൊണ്ടുപോകുന്ന ഒരു ബിഗ്ഗസ്റ്റ് സോഷ്യോളജിസ്റ്റ് തന്നെയാണ് എം.എൻ. ശ്രീനിവാസ് നമുക്ക് പറയാൻ പറ്റും. ഐ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ് ദി
കൂർഗ് സ്റ്റഡി എന്താണെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു.